മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരെ RSS മുഖവാരികയായ ഓർഗനൈസർ ലേഖനം ഇപ്പോൾ പുറത്തുവരികയാണ്. ചിത്രം ഹിന്ദു വിരുദ്ധമാണെന്ന് ലേഖനം ആരോപിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ എമ്പുരാൻ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ട പ്രചരിപ്പിക്കാൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ഗോത്രാനന്തര കലാപത്തെ മുതലെടുക്കുന്നു എന്ന തലക്കെട്ടിൽ വിശ്വരാജ് വിയാണ് ലേഖനം എഴുതിയത്. ഓർഗനൈസർ ഓൺലൈനിലാണ് ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. ചിത്രം കേവല വിനോദത്തിന് പകരം പഴകിയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെക്കാനുള്ള വേദിയായി മാറിയെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട്. ഗോത്രാനന്തര കലാപത്തെ ചിത്രം വ്യക്തവും ആശങ്കാപരമാക്കുന്നതുമായ പക്ഷാപാതത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. ചരിത്ര വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വിഭാഗീയവും ഹിന്ദുവിരുദ്ധമായ ആഹ്വാനം മുന്നോട്ട് വെക്കുന്നുവെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ രംഗങ്ങൾ 2002 കലാപത്തിലെ പ്രധാന അക്രമകാരികൾ ഹിന്ദുക്കളാണെന്ന പ്രതിച്ഛായ ശക്തമാക്കുന്നതും അവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതുമാണ്. ഹിന്ദു സമുദായത്തെ ആകെ അപകീർത്തിപ്പെടുത്തുവാൻ സിനിമ വയലൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. രക്ഷാകരമായി ചിത്രീകരിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ പോലും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നു. മോഹൻലാലിനെ പോലെ പരിചയസമ്പന്നനായ നടൻ തന്റെ സിനിമയ്ക്കായി സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം മാത്രം വളർത്തുന്ന ഒരു പ്രചരണ കഥ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ദുരൂഹമാണെന്നും ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം സിനിമകളിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം വിശ്വസ്തരായ ആരാധന വൃദ്ധത്തോടുള്ള വഞ്ചനയാണ്. എമ്പുരാൻ ഹിന്ദു വിരുദ്ധ ഇന്ത്യ വിരുദ്ധ സിനിമയായി ദേശീയ തലത്തിൽ തുറന്നു കാട്ടപ്പെടണമെന്നതിൽ സംശയമില്ലെന്ന് പറയുന്ന ലേഖനത്തിൽ പൃഥ്വിരാജിന്റെ മുൻ രാഷ്ട്രീയ നിലപാടുകളെയും വിമർശിക്കുന്നുണ്ട്. 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വരിയും എന്ന പേരിൽ സിനിമ പ്രഖ്യാപിച്ച ശേഷം അത് നടക്കാതെ പോയതിനെക്കുറിച്ച് ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിനിമാ തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ പൃഥ്വിരാജ് ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതായും ആരോപണങ്ങളുണ്ടെന്ന് ലേഖനം പറയുന്നു. ലക്ഷദ്വീപ്, പൗരത്വ ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങളിലെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നത്.